മലപ്പുറം ആലങ്കോട് മരിച്ച ആളുടെ പേരിലെ പെൻഷൻ തട്ടിയെടുത്തത് കോൺഗ്രസ് നേതാവെന്ന് CPIM പഞ്ചായത്ത് അംഗവും യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ സെക്രട്ടറിയുമായ ഹക്കീം പെരുമുക്കിനെതിരെയാണ് ആരോപണം ഉയരുന്നത്. സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകാനാണ് CPIM നീക്കം. ആരോപണം ഹക്കീം പെരുമുക്ക് നിഷേധിച്ചു. 2019 മരിച്ച ആലങ്കോട് സ്വദേശി പെരിഞ്ചിരിയിൽ അബ്ദുള്ളയുടെ പേരിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഒരു വർഷത്തോളം വീട്ടുകാർ അറിയാതെ ആരോ കൈപ്പറ്റുകയായിരുന്നു. നിലവിലെ പഞ്ചായത്ത് അംഗവും യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ സെക്രട്ടറിയുമായ ഹക്കീം പെരുമുക്കിനായിരുന്നു അന്ന് പെൻഷൻ വിതരണത്തിന്റെ ചുമതല. ഈ സാഹചര്യത്തിലാണ് തട്ടിപ്പിന് പിന്നിൽ ഹക്കീമാണെന്ന CPIM ആരോപണം. സമാനമായ രീതിയിലുള്ള പല സംഭവങ്ങളും ചങ്ങരകുളം സർവീസുമായി ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുണ്ട്. 2019 ഡിസംബർ 16 അബ്ദുള്ള എന്ന ആൾ മരണപ്പെടുകയും 2020 സെപ്റ്റംബർ 20 വരെ ഈ പെൻഷൻ കൈപ്പറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് നിലവിൽ 18ാം വാർഡ് മെമ്പറായിട്ടുള്ള ഹക്കീം പെരുമുക്കാണ് ആ കാലത്ത് ഇവിടെ പെൻഷൻ വിതരണം ചെയ്തത്. 2020 ഇലക്ഷൻ ഡിക്ലറേഷൻ വന്നതിന് ശേഷം ഇദ്ദേഹം ഇവിടെ UDFന്റെ സ്ഥാനാർത്ഥിയാവുകയും അതിന് ശേഷം പെൻഷൻ വിതരണം വേറൊരു കുട്ടിക്ക് കൈമാറുകയും ചെയ്തപ്പോഴാണ് ഇതിന്റെ നിജസ്ഥിതി സത്യത്തിൽ പുറത്തു വന്നത്. ആരോപണം നിഷേധിച്ച ഹക്കീം പെരുമുക്ക് ഏതന്വേഷണവും നേരിടാൻ തയ്യാറെന്ന് വ്യക്തമാക്കി. എന്നാൽ സമഗ്രാന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെ സമീപിക്കാനാണ് CPIM തീരുമാനം. കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് അബ്ദുള്ളയുടെ കുടുംബവും അധികൃതരെ സമീപിച്ചിട്ടുണ്ട്. 24 തിരൂർ.